അങ്കണവാടി ജീവനക്കാരുടെ സമരം അടിയന്തര പ്രമേയമായി ഉന്നയിച്ച് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രിയുടെ ദുർവാശിയാണ് സമരം നീട്ടിക്കൊണ്ടുപോകാൻ കാരണമായതെന്ന് പ്രമേയം അവതരിപ്പിച്ച നജീബ് കാന്തപുരം MLA പറഞ്ഞു. ബൈബിളും ചൈനയും ബഹിരാകാശത്തെക്കുറിച്ചും അല്ലാതെ അങ്കണവാടി ജീവനക്കാരുടെ പ്രശ്നത്തെക്കുറിച്ച് പ്രമേയ അവതാരകൻ പറഞ്ഞില്ലെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. അങ്കണവാടി ജീവനക്കാർക്ക് നൽകുന്ന തുക വീട്ടിൽ കൊണ്ടുപോകാൻ പോലും തികയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. സമരങ്ങളുടെ പാരമ്പര്യമുള്ള CPM ഇപ്പോൾ സമരങ്ങളുടെ അന്തകനായെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് നജീബ് കാന്തപുരം MLA. അടിസ്ഥാന വിഭാഗത്തെ എന്തുകൊണ്ടാണ് സർക്കാരിന് ചേർത്ത് നിർത്താൻ കഴിയാത്തത്? ലോക സന്തോഷ ദിനമായി ഇന്ന് ആശമാരെയും അംഗനവാടി ജീവനക്കാരെയും ക്രൂശിക്കാൻ സർക്കാർ തിരഞ്ഞെടുത്തെന്ന് പ്രമേയ അവതാരകൻ കുറ്റപ്പെടുത്തി. ഇന്ന് ലോക സന്തോഷ ദിനമാണ് സർ. ഈ ലോക സന്തോഷ ദിനമാണ് ലോകത്ത് ഈ കേരളത്തിലെ ആശാ വർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയും ക്രൂശിക്കാൻ വേണ്ടി സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് സങ്കടകരമായ ഒരു കാര്യമാണ് സർ. തെരുവിൽ സമരം ചെയ്യുന്ന പാവങ്ങളെ സർക്കാർ ക്രൂരമായി നേരിടുകയാണെന്നും നജീബ് കാന്തപുരം. തീർത്താൽ തീരാത്ത ജോലിയാണ് അംഗനവാടി ജീവനക്കാർക്കുള്ളത്. ലഭിക്കുന്നത് തുച്ഛമായ തുക മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ ജോലിയെല്ലാം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളാണ്. കേരളത്തിൽ ആരെങ്കിലും ഇത്രമാത്രം ജോലി ചെയ്യുന്നവരുണ്ട് ഏതെങ്കിലും ഒരു സെക്ടറിൽ? സാറേ, എല്ലായിടത്തും വെക്കേഷന്റെ സമയത്തും ശനിയാഴ്ചയും എല്ലാ ദിവസവും ജോലിയാണ്. അത്രമാത്രം തീർത്താൽ തീരാത്ത ജോലിയാണ്. ഇത്രയും ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നത് 300 രൂപയാണ് സർ. 300-350 രൂപ പോലും. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്താണ് മുന്നോട്ട് പോകുന്നതെന്ന് ആരോഗ്യമന്ത്രിക്ക് വേണ്ടി P. രാജീവ് മറുപടി നൽകി. 2024 നവംബർ വരെയുള്ള ക്ഷേമനിധി കുടിശ്ശിക നൽകി കഴിഞ്ഞു. 2024 നവംബർ വരെയുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. 4 മാസം കുടിശ്ശികയാണുള്ളത്. പ്രമേയ അവതാരകൻ മന്ത്രി വീണ ജോർജിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. സമരം നടത്തിയാൽ മാത്രമേ മന്ത്രിയാകാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വേണ്ടെന്ന് സ്പീക്കർ പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജനം, തിരുവനന്തപുരം.